വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾ വീണ്ടും സജീവമാകുമ്പോൾ നിയമപരവും നയതന്ത്രപരവുമായ തടസ്സങ്ങൾ ഒരുപോലെ വെല്ലുവിളിയായി മാറുകയാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ വൃത്തങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ നടന്ന വിഷയത്തിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഒരു സംഘം യമനിലേക്ക് പോയത് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ഈ നീക്കം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വൃത്തങ്ങൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വൃത്തങ്ങൾ രംഗത്തെത്തി. സംഭവങ്ങളുടെ തുടക്കം ഒരു വ്യവസായ പ്രമുഖന്റെ സാമ്പത്തിക സഹായത്തോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ മുൻകൈയിൽ ഒരു സംഘം യമനിലേക്ക് പോയതോടെയാണ്. ഈ സംഘം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് യമനിലേക്ക് പോയതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ സംഘത്തിൽ ആർക്കെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. തങ്ങളുടെ പ്രതിനിധികളെ യമനിൽ അയക്കാനുള്ള അപേക്ഷ കേന്ദ്ര സർക്കാർ നേരത്തെ നിരസിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫിൽ നിന്നുള്ള സംഘത്തിൽ ഇന്ത്യൻ പൗരന്മാർ ഉണ്ടെങ്കിൽ അവരെ തടയണമെന്ന് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള മധ്യസ്ഥ ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് അനുമതി തേടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന് ഗൾഫിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ശശി ആര്യ നൽകിയ മറുപടിയിൽ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ കുടുംബം ചുമതലപ്പെട്ടവരോ ആകണമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഈ ഔദ്യോഗിക മറുപടിക്ക് വിരുദ്ധമായാണ് ഇന്ത്യക്കാർ ആരെങ്കിലും ചർച്ചയ്ക്കായി യമനിൽ പോകുന്നതെങ്കിൽ അത് നിയമവിരുദ്ധമാകുമെന്നും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ആക്ഷൻ കൗൺസിൽ വൃത്തങ്ങൾ പറഞ്ഞു. മധ്യസ്ഥ ചർച്ചകൾക്കായി ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളായി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ, ട്രഷറർ കുഞ്ഞുമുഹമ്മദ് കൂരാച്ചുണ്ട് എന്നിവർ ഉൾപ്പെടെയുള്ള സംഘത്തിനെ യമനിലേക്ക് അയക്കണമെന്ന് കൗൺസിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സംഘത്തിൽ മാക്സ് പ്രതിനിധികളായി ഡോക്ടർ ഹുസൈൻ സഖാഫി, ഹാമിദ് എന്നിവരെയാണ് കൗൺസിൽ നിർദ്ദേശിച്ചിരുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന 2 ഉദ്യോഗസ്ഥരും സംഘത്തിൽ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുരക്ഷാ സംബന്ധമായ ആശങ്കകളും ചർച്ച നടത്തേണ്ടത് കുടുംബമാണെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ യമൻ സന്ദർശനാനുമതി നിഷേധിച്ചത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നയതന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അവിടെയുള്ള സുരക്ഷാ വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ ഒരു ഔദ്യോഗിക സംഘത്തെ അവിടേക്ക് അയക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. കൂടാതെ ഒരു വിദേശ രാജ്യ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടാൻ ഔദ്യോഗികമായി ഒരു സംഘത്തെ അയക്കുന്നത് നയതന്ത്രപരമായി പല സങ്കീർണതകൾക്കും ഇടയാകും. അതിനാൽ കുടുംബാംഗങ്ങൾ നേരിട്ട് ചർച്ച നടത്തണമെന്ന നിർദ്ദേശം വളരെ യുക്തിസഹമാണ്. ഇതൊരു വ്യക്തിപരമായ വിഷയത്തിൽ നിലനിർത്താൻ സഹായിക്കും. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു സംഘം യമനിലേക്ക് പോയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘത്തെ നയിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവായ ചാണ്ടി ഉമ്മൻ ആയതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ നീക്കം നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളെ സഹായിക്കുമോ അത് കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ഡിയാബ്ലഡ് മണി നൽകി മാപ്പ് തേടുക എന്നതാണ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏക പോംവഴിയെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ആരുമായി ചർച്ച നടത്തണം, എങ്ങനെ ചർച്ച നടത്തണം എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക, UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്കും യമൻ പോലുള്ള രാജ്യങ്ങളിൽ നയതന്ത്ര ഇടപെടലുകൾ നടത്താൻ സാധിക്കാറില്ല. കാരണം ഈ രാജ്യങ്ങളിലെ ആഭ്യന്തര നിയമങ്ങൾ വളരെ കർശനമാണ്. അതിനാൽ കുടുംബാംഗങ്ങൾ നേരിട്ട് ഇടപെടുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ കേസിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കുടുംബാംഗങ്ങൾ സ്വീകരിക്കുന്ന ഏത് നിയമപരമായ മാർഗങ്ങൾക്കും കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും നേരത്തെ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ നിമിഷപ്രിയയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അവരെ രക്ഷിക്കാൻ എല്ലാ സഹായവും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, മറുഭാഗത്ത് നിയമപരമായും നയതന്ത്രപരമായും പാലിക്കേണ്ട കാര്യങ്ങളും. ഈ 2 താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കേസിന്റെ പുരോഗതിയെ കൂടുതൽ വെല്ലുവിളിയാക്കുന്നു. നിമിഷപ്രിയയുടെ മോചനം എന്നത് ഒരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല, രാജ്യത്തിന്റെ നയതന്ത്ര വിഷയവും കൂടിയാണിത്. അതുകൊണ്ട് ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എങ്കിലും ഈ സാഹചര്യം ഒരുപക്ഷെ നിമിഷപ്രിയയുടെ കുടുംബത്തിന് വലിയ ആശങ്കകൾ നൽകുന്ന ഒന്നാണ്. അവർക്ക് എത്രയും വേഗം തങ്ങളുടെ മകളെ രക്ഷിക്കാൻ സഹായിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.